രാംപ്രസാദ്, ഈ വന്ധ്യത പ്രശ്നങ്ങളെ, പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ ഇന്ന് വളരെ കോമൺ ആയി വരുന്നു. ഒരു പരിധിവരെ ലൈഫ് സ്റ്റൈലായിരിക്കാം കാര്യം. വന്ധ്യതയുടെ കാരണത്തിൽ 50% റീസൺസ് മെയിൽസും 50% റീസൺസും ഫീമെയിൽസുമാണ്. പുരുഷ വന്ധ്യത എപ്പോഴും ആരും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ മാത്രമാണ് ഇവാലുവേഷൻ നടക്കുന്നത്. പക്ഷേ പുരുഷ വന്ധ്യതയ്ക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കപ്പിളിൽ ഉണ്ടാവുന്ന, ഒരു ഇൻഫെർട്ടൈൽ കപ്പിളിൽ ഉണ്ടാവുന്ന വന്ധ്യതയിൽ പുരുഷ വന്ധ്യതയ്ക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും കാണുന്നത്. ഫോർ എക്സാമ്പിൾ, പല IVF ഫെയിൽഡ് ആയിട്ടുള്ള രോഗികൾ നമ്മളടുത്ത് വരാറുണ്ട്. പലവട്ടം IVF ഫെയിലിയർ ഉണ്ടാവുക. എന്നിട്ട് ഏറ്റവും അവസാനമായിരിക്കും പുരുഷന്റെ വന്ധ്യതയെക്കുറിച്ചുള്ള വരുന്നത് നമ്മളടുത്ത് ഇവാലുവേഷൻ അവസാനമായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള വാരിക്കോസിൽ മുതലായ പ്രോബ്ലംസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി ആണല്ലോ. രാംപ്രസാദ് ആയാലും ഞാനായാലും മൈക്രോസ്കോപ്പിക് വാരിക്കോസിലിട്ടുന്ന സർജറി ചെയ്യുന്നു. അതിനുശേഷം ഒരു 6 മാസം ശേഷം അവർക്ക് IVF IUI ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. 6-8 മാസം ശേഷം അവർക്ക് നോർമലായിട്ട് കുട്ടികളെ കിട്ടുന്നു. അങ്ങനെ എത്രയോ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണെന്നുള്ള ഒരു മിഥ്യാധാരണ പൊതുവാണ്. ഈ ലോകം എമ്പാടും ഉള്ള യാഥാസ്ഥിതികമായിട്ടുള്ള സമൂഹങ്ങളിൽ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹമാണ് പലപ്പോഴും ഈ ലോകമെമ്പാടും ഉള്ളത്. പക്ഷേ കാലക്രമത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വികസിത രാജ്യങ്ങളിൽ ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി ഇപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിൽ ഒരുപോലെയുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാവാം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുമ്പോഴും പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ളത് സമൂഹത്തിൽ ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അവരാണ് അനുഭവിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്.